യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. Many there be which say of my soul, there is no help for him. നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നു. യഹോവേ, എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ, എൻ്റെ രക്ഷയാകണമേ. നീ എന്നെ ശത്രുക്കളുടെ ഒക്കെയും ചെകിട്ടത്തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷയുടെ ആമേൻ. സ്തോത്രം. Amen. Praise. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. Please be seated. ഹല്ലേലൂയ. ആദ്യമേ തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എനിക്ക് ഈ ഒരു പ്രസംഗത്തിൻ്റെ ആ ഒരു കൃപയില്ല. എന്നിരുന്നാലും പാസ്റ്റർ നിർബന്ധിച്ചതുകൊണ്ട്, വചനത്തിൽ പറയുന്ന പോലെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഓക്കെ. സങ്കീർത്തനം 3 ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന് അതിൻ്റെ തലക്കെട്ടിൽ കാണുന്നുണ്ട്. ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ പാടിയ സങ്കീർത്തനമെന്ന് നമുക്കതിൽ കാണാം. We see at the beginning of the psalm, it is said that it is a psalm of David. He wrote the psalm when he fled from his son Absalom. ഇതിൻ്റെ പശ്ചാത്തലം 2 ശമൂവേൽ 15-ാം അധ്യായത്തിലാണുള്ളത്. The background of this psalm is written in 2 Samuel chapter 5, verse 15. നമ്മൾ അതിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അബ്ശാലോം അവന് കുതിരയും രഥവും അവന് മുൻപേ ഓടാൻ 50 പേരെയും കൂട്ടി അവനെ സമ്പാദിച്ചതിന് ശേഷം, after Absalom had gained 50 people to run before him and chariots and horses were there for him, അബ്ശാലോം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പടിവാതിക്കൽ ചെന്ന് രാജാവിനെ കാണാൻ വരുന്ന ഓരോരുത്തരെ അടുക്കൽ ചെന്ന് രാജാവിൻ്റെ അടുത്ത് വ്യവഹാരം ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് ചെന്ന് നിൻ്റെ കാര്യം, അവൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി, അവൻ ഏത് ഗോത്രക്കാരനാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം Absalom would stand at the entrance of the gate, and if any people would come to inquire of the king regarding their matters, Absalom would discuss with them and would find out where they are from. അത് മനസ്സിലാക്കിയ ശേഷം അവൻ പറയും, നിൻ്റെ കാര്യം ന്യായമായത്, പക്ഷേങ്കിൽ അത് തീർത്തു തരാൻ രാജാവ് ആരെയും ആക്കിയിട്ടില്ല എന്ന് അതുപോലെ നീ സത്യമായ കാര്യങ്ങളാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ജനത്തെ വശീകരിക്കുവാനും, അങ്ങനെ ന്യായം പാലിക്കാൻ ഒരു ഉചിതമായ രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ ദേശത്തിന് നല്ലതാകും, അതിന് എന്നെ ആക്കുവാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജനത്തിൻ്റെ ഹൃദയം അബ്ശാലോമിലേക്ക് തിരിക്കാനുള്ള ശ്രമമാണ് അവൻ നടത്തുന്നത്. He is trying to turn the heart of the people to him by trying to seduce them and persuading them by his words, by saying, if the king would appoint some person to discuss or to treat this matter, and if I would be that person, I would be able to sort out this problem for you all. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവനെ ആരെങ്കിലും വണങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുമെന്ന്. I mean, we read from this passage that Absalom would hug them and give them a kiss. അപ്പോൾ ജനം നോക്കുമ്പോൾ രാജാവാകാൻ പോകുന്ന ഒരാൾ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ജനത്തിന് പൊതുവേ അബ്ശാലോമിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നാനിടയായി. People began to draw their attention and cleave unto Absalom because he would spend time with them, and when he being a king's son would give them a hug and kiss, he would win their hearts. അങ്ങനെ അവൻ 4 സംവത്സരത്തോളം ഇങ്ങനെ ചെയ്തു പോന്നു. This how he did this for the past 4 years. 4 സംവത്സരത്തിന് ശേഷം അവൻ രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, അബ്ശാലോം രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ വേണ്ടി എനിക്ക് കടന്നു പോകേണ്ടതുണ്ട്, എന്നെ അതിന് അയക്കണമേ എന്ന് പറയുന്നുണ്ട്. He is going to the king David and he's saying that he has a sacrifice to do, please send me.
അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നാൽ യെരൂശലേമിൽ നിന്ന് 200ഓളം ക്ഷണിക്കപ്പെട്ട ആൾക്കാരെ കൂട്ടി അവൻ കടന്നുപോയി അവൻ്റെ ചാരന്മാരെ ഓരോ ഇസ്രായേൽ ഗൃഹത്തിലും ആക്കി വെച്ചതിന് ശേഷം കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം രാജാവായി എന്ന് നിങ്ങളെല്ലാവരും വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവാകാനായിരുന്നു അബ്ശാലോമിൻ്റെ പദ്ധതി. The purpose of Absalom is to take 200 people with him to Hebron to make him king. And once they hear the sound of the trumpet and people shouting, Absalom is king, he would turn the kingdom unto himself. That was his plan. ഒരു ദൂതൻ മുഖേന ദാവീദ് രാജാവ് ഇത് അറിയുന്നു. By a messenger, King David comes to know this. ഇത് മനസ്സിലാക്കിയപ്പോൾ ദാവീദിന് മനസ്സിലായി അങ്ങനെ അബ്ശാലോം രാജാവാകുകയാണെങ്കിൽ ഇനി ദാവീദിന് ആ രാജ്യത്തൊരു സ്ഥാനമുണ്ടാകുകയില്ല. Amen. Praise God. David comes to know that by anything that's moving forward, that he will lose his kingship. അതുമാത്രമല്ല ദാവീദിൻ്റെ മന്ത്രിയായിരുന്ന അഹിതോബേൽ എന്ന് പറയുന്ന ആളും കൂടെ അബ്ശാലോമിൻ്റെ കൂടെ കൂട്ടുകൂടാൻ ഇടയായി. I mean, we also notice here one thing, that the friend of David, the counselor of David, actually goes in conspiracy against the king and joins himself with Absalom. അഹിതോബേലിനെ പറ്റി പറയുകയാണെങ്കിൽ ദാവീദിൻ്റെ രാജകാലത്ത് ദാവീദിന് വേണ്ടുന്ന ബുദ്ധി പറഞ്ഞു കൊടുക്കുകയും യുദ്ധ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഭരണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ദാവീദ് ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നല്ലൊരു പങ്ക് വഹിച്ച ഒരാളാണ് അഹിതോഫേൽ. Ahithophel was a man who had played a vital role in the kingship of David by giving him a beautiful counsel. His counsel was compared to a counsel of an angel, by giving him good counsel to David in all his decisions that he made. അഹിതോഫേലിന്റെ ആലോചന ദൈവാലോചനയ്ക്ക് തുല്യമാണെന്നാണ് വചനത്തിൽ. I mean, the Bible says that Absalom's counsel was equivalent to the counsel of God. അപ്പോൾ അഹിതോഫേലും കൂടി അബ്ശാലോമിൻ്റെ കൂടെ ചേർന്നപ്പോൾ തൻ്റെ ജീവന് തന്നെ ഭീഷണിയാണെന്നും താൻ ഇനി അവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ദാവീദ് തൻ്റെ പ്രിയപ്പെട്ടവരെയും തൻ്റെ ആർമിയെയും ചേർത്ത് ഒലിവ് മല കയറുമ്പോൾ എഴുതിയ സങ്കീർത്തനമാണ് നമ്മൾ വായിച്ച ഈ 3-ാം സങ്കീർത്തനം. I mean, this Psalm 3 was written when David arrived with all his family and with all his army unto the Mount Olive. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. I mean, we read in verse 1 and 2 like this. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. Lord, how are they increased that trouble me? Many are they that rise up against me. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. There is no help for him in God, says many. അപ്പോൾ രാജാവായിരുന്ന ദാവീദ് തൻ്റെ കാലിൽ ചെരുപ്പില്ല, വസ്ത്രം കീറി തലയിൽ തുണിയിട്ട് കൊണ്ട് കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും ഒലിവുമല കയറുന്ന ആ ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. We see a scenario of David climbing the Mount of Olive with bare foot and torn clothes and a cloth covering his head and crying, so does he go up the Mount of Olives. വളരെ കരച്ചിലോടും നിരാശയോടും കൂടി ദൈവത്തോട് പ്രാർത്ഥന അപേക്ഷിക്കുന്ന ഒരു അവസരമാണിത്. This was a time where with tears and supplication David is making his prayer unto God. എന്നാൽ നമ്മൾ അത് കഴിഞ്ഞ് വായിക്കുന്ന 3-ാമത്തെ 4-ാമത്തെയും വായിക്കുമ്പോൾ when we read verse 3 and 4, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. He says that, but thou, O Lord, art a shield for me, my glory and the lifter up of my head. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളി ചെയ്യുകയും ചെയ്യുന്നു. I cried unto the Lord with my voice, and he heard me out of his holy hill. ഇവിടെ നമുക്ക് കാണാം ദാവീദ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു ഉറപ്പുണ്ട്, അവൻ്റെ പരിചയം പലകയുമായി കർത്താവ് അവന് രക്ഷയായി ഉണ്ടാവുമെന്ന് അവനൊരു ഉറപ്പുണ്ട്. He knows that when he cries and prays unto God, the Lord will be the shield and the glory and the lifter up his head. സങ്കീർത്തനം 27-ന്റെ 1 മുതൽ 5 വരെ ഒന്ന് വായിക്കാമോ? Shall we turn to Psalm 27 and read from verse 1 till 4?
എൻ്റെ 5-ാമത്തെ വാക്യം. അനർത്ഥദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. അടുത്ത വാക്യം കൂടെ. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ ആക്കി. ഉണ്ടോ? ഇവിടെ നമുക്ക് കാണുന്നത് ദാവീദിൻ്റെ ഉറപ്പാണ്. അനർത്ഥ ദിവസം വന്നു കഴിഞ്ഞാൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും, തിരുനാവാസത്തിൻ നിറവിൽ എന്നെ മറയ്ക്കും. ഇപ്പോൾ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. അപ്പോൾ ദാവീദിന് നല്ല ഉറപ്പുണ്ട്. എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രോബ്ലം അവൻ്റെ ജീവിതത്തിൽ വന്നാലും തല ഉയർത്തുന്നവനായ ഒരു കർത്താവ് അവന് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് ഈ വചനത്തിൽ കൂടെ കാണാൻ പറ്റുന്നത്. We see from this passage that David has a good confidence that God will be able to lift up his head in the midst of his enemies. അവൻ്റെ പ്രാർത്ഥന അവന് നല്ല ഉറപ്പുണ്ട്. വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുക തന്നെ ചെയ്യുമെന്ന്. He has a confidence that God hears his prayer from his pavilion. നമ്മൾ വീണ്ടും 2 ശമൂവേലിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. അബ്ശാലോമിനും അഹീതോഫേലിനും എന്താ സംഭവിച്ചത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. If we go back to 2 Samuel chapter 15, we can see that what happened at the end of the life of Absalom and Ahithophel. നമ്മളവിടെ കാണുന്നുണ്ട് അബ്ശാലോം യുദ്ധത്തിനിടയിൽ കരുവേലകത്തിൽ അവൻ്റെ മുടി ഉരുങ്ങി അവനവിടെ കിടക്കുമ്പോൾ ഒരു ഭൃത്യൻ വന്ന് ദാവീദിൻ്റെ ആയുധവാഹകനായ ആയുധവാഹൻ്റെ അടുത്തേക്ക് ചെന്ന് അറിയിക്കുന്നത്. Amen. Praise God. We see with the hand of Absalom that his hair got caught in the oak tree, and a young man comes and tells Joab about this state. അങ്ങനെ ജോവാബ് അവനെ ചെന്നിട്ട് കുന്തം കുത്തി അവനെ കൊല്ലുകയും അവൻ്റെ പടയാളികൾ അവനെ തല്ലി കൊല്ലുകയും ചെയ്തതിന് ശേഷം വലിയൊരു കുഴിയിലിട്ട് വലിയൊരു കൂമ്പാരം വെച്ച് അങ്ങനെ അവൻ്റെ അവസാനം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. We can see the end of Absalom, that they thrust darts through his heart and they threw him into a pit and made great heaps of stones and covered him there. അഹീതോഫേലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അഹീതോഫേലിൻ്റെ ആലോചന നടന്നില്ല എന്നറിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ചെന്ന് അവൻ്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തി തൂങ്ങി മരിക്കാനിടയായി. I mean, we see the end of Ahithophel, that once he knew that his counsel was defeated, he went to his house, set his house in order, and he hanged himself and died. ഇവിടെ ഈ 2 പേരുടെയും കാര്യത്തിൽ ദാവീദിന് അവർക്കെതിരെ കൈ ഉയർത്തേണ്ടതായി വന്നില്ല. മറിച്ച് ദാവീദ് തൻ്റെ കാര്യം ദൈവത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ ദൈവം അവന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാനിടയായി. We see here that David did not raise his hand against these 2 men, but he only made petition unto God, and the Lord heard his prayer, and God fought for Absalom, and God fought for David, and he sorted out these 2 people. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കണം. നമുക്ക് പല പ്രശ്നങ്ങൾ, നമുക്കെതിരെ ശത്രുക്കൾ കൂടുന്ന അവസരങ്ങൾ, നമുക്ക് വിഷമമുള്ള അവസരങ്ങളൊക്കെ വരുമ്പോഴും നമ്മളത് ദൈവത്തെ ഏൽപ്പിച്ചതിന് ശേഷം കർത്താവിൻ്റെ ഹിതപ്രകാരം നടക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. Where even in our life it happens like this. When problem comes our way, we should not fight the battle, but we should only pray and leave it to God, and the Lord will handle that. നമുക്കവിടെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദാവീദിന് അബ്ശാലോമിനെതിരെ യുദ്ധം ചെയ്യുവാനും ജയിക്കാനും ഒക്കെ പ്രാപ്തിയും കഴിവുമുള്ള ഒരു മനുഷ്യനാണ്. We see from the history that David was a man of war, and he had all the ability to stand and fight against Absalom. പക്ഷേ അവനവിടെ അതെല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ചതിന് ശേഷം അവിടെ ഓടി പോവാനാണ് ഇടയായത്. Amen. Praise God. But we see that David committed all these things into the hands of God, and he moved away from that place. സങ്കീർത്തനം 3:5 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. Amen. Praise God. Hallelujah. In verse 5 he says, I laid me down and slept, I awaked, for the Lord sustained me. നമുക്ക് പ്രശ്നങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുക? Amen. Praise God. When we have problems and when we have sorrows, how can we lie down and sleep? പക്ഷേ യഥാർത്ഥ ഭക്തന് ആ സമയത്ത് സുഖകരമായി ഉറങ്ങാൻ കഴിയും. But the real true man of God can lie down and sleep.
നമ്മൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഏശാവിനെ ഭയന്നോടുന്നൊരു യാക്കോബിനെ. I mean, we can see in verse, in the book of Genesis chapter 28 verse 10, that Jacob who runs away from his brother Esau. നമുക്ക് അറിയാം ഒരു പ്രതീക്ഷയുമില്ലാതെ ഭയന്നോടി വരുന്ന യാക്കോബ് ലൂസ് എന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അവിടെ കിടന്ന് ഒരു കല്ല് തലവണയാക്കി വെച്ച് കിടന്ന് ഉറങ്ങുന്ന രംഗം. We see here that Jacob comes to a place called Luz where the sun went down and he laid himself down by keeping a stone as a pillow for him. നമ്മൾ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യന് ഉറങ്ങാൻ കഴിയുകയില്ല. When we see humanly, when we think humanly, no the human being can sleep like that in that situation. പക്ഷേങ്കിൽ അവൻ അന്നേരം അവിടെ കിടന്ന് കാണുന്ന സ്വപ്നം പോലെ ഭൂമിയിൽ നിന്നൊരു ഗോവേണി സ്വർഗത്തിലേക്ക് ദൂതന്മാർ അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന രംഗം അവൻ കാണുന്നു. I mean, we see here that this man not only slept but saw a dream, a heavenly vision of angels descending and ascending upon a ladder unto heaven. അപ്പോൾ അവന് ചുറ്റും ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാർ കാവലുള്ളത് കൊണ്ടാണ് അവനവിടെ സുഖകരമായി ഉറങ്ങാൻ സാധിച്ചത്. He was able to lie down and sleep because there were angels who were having a sword drawn and were keeping guard for him. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സന്ദർഭം നമുക്കറിയാം. When if we come to Acts of the Apostles chapter 12 verse 10, we all know this incident. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊല്ലാനിടയായി. The King Herod, praise God, killed James by sword. അത് യഹൂദന്മാർക്ക് സന്തോഷമായെന്ന് കണ്ടുകൊണ്ട് അവർ പത്രോസിനെയും കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. When the Jews were happy about it, he further goes ahead and arrests Peter as well and put him in the prison. അപ്പോൾ പത്രോസ് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ ഭടന്മാരുടെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഭടന്മാരാൽ കാവൽ നിൽക്കുന്ന സമയത്ത് Peter was being arrested with chains and soldiers were there on his right hand and his left hand. നമ്മൾ അവിടെ കാണുന്നു പത്രോസ് അവരുടെ ഇടയിൽ ഉറങ്ങുകയായിരുന്നു. We see here that Peter lied down and slept in the midst of them. നമുക്ക് അവിടെ അറിയാം പിറ്റേ ദിവസം അവനെ ജനത്തിന് മുന്നാകെ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ അവനെ ചിരച്ഛേദം ചെയ്യാം. We know that by tomorrow morning they are going to bring Peter out and set him before the people, and they might execute him for beheading him. അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട പത്രോസ് അവിടെ ഉറങ്ങാനിടയായി. Even in that situation, being bound by chains, Peter lied down and slept. അത് നമ്മളെ കാണിക്കുന്നത് പത്രോസിന് ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. We see from this that Peter's faith in God. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ദൂതൻ കടന്നു വരികയും വിലാപ്പുറത്ത് തട്ടി പത്രോസിനെ എഴുന്നേൽപ്പിച്ച് ചെരുപ്പ് മുറുക്കി അരകെട്ടി പുതപ്പ് പതച്ച് പത്രോസ് ഒരു സ്വപ്നം കാണുന്ന പോലെ ഒന്നാം കാവലും 2-ാം കാവലും കടന്ന് പ്രധാന വാതിൽ അവർക്ക് മുൻപായി തുറന്ന് അവൻ അവിടുന്ന് രക്ഷപ്പെടുന്ന രംഗം നമ്മൾക്കറിയാവുന്നതാണ്. We all know that what happened that night. By an angel came and smote him by his thigh, and he got up and he put on his garment, and he, like a man who saw a dream, he came out of the first gate and second gate and third gate. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ കാര്യവും നമുക്കറിയാവുന്നതാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോഴും അവിടെയും ദാനിയേൽ സുഖകരമായി വിശ്രമിക്കുന്ന അവസ്ഥ നമുക്ക് കാണാം. We see this kind of incident happen in the life of Daniel as well when he was thrown into the lion's den. അപ്പോൾ നമ്മൾ ഈ ഭക്തന്മാരെ എല്ലാം നോക്കുകയാണെങ്കിൽ അവരവരുടെ കഷ്ടമേറിയ അനുഭവത്തിൽ അല്ലെങ്കിൽ മരണകരമായ അവസരത്തിൽ കർത്താവിലുള്ള ആശ്രയം മുറുകെ പിടിച്ച് അവർ സുഖകരമായി വിശ്രമിക്കുന്ന അവസരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. We see here the saints of God in their time of death, in the time of their calamity, they put their confidence in God and slept well. 6-ാം വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 3:6. We'll read verse 6 of Psalm 3. അടുത്ത വാക്യം കൂടെ. ഈ 2 വാക്യങ്ങളിൽ നമുക്ക് വീണ്ടും ദാവീദിന് കർത്താവിലുള്ള ആ ഉറപ്പാണ് കാണുന്നത്. In verse 6 and 7 we see the hope that David has in God. എൻ്റെ അവസാന വാക്യം വായിക്കും.
കണ്ടോ, അതിൽ പറയുന്നു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. അത് ഈ We see in the last verse, salvation belongeth unto God, unto the Lord. സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദാവീദ്, I mean, the David who begins the psalm with tears and crying, അവന് കർത്താവെങ്കിൽ പോലും രക്ഷയില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ സാഹചര്യത്തിൽ, I mean, he was in a situation where there was, God even can't help him. അവസാനത്തെ വാക്യത്തിൽ അവൻ പറയുന്നു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. He says in the last verse, salvation belongeth unto the Lord. മത്തായി 1:21 നമ്മൾ വായിക്കുന്നുണ്ട്. We read in Matthew chapter 1 verse 21. രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണുള്ളത്. Praise God. We see here that the salvation comes from our Lord Jesus Christ. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാം, മത്തായി 1:21 പറയുന്നുണ്ട്, തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി കടന്നു വരുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. We see here that even before the birth of our Lord Jesus Christ, it is said that he shall be called the name of Jesus because he shall save his people from their sins. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എന്ത് പ്രശ്നങ്ങളായാലും എന്ത് തടസ്സങ്ങളായാലും അതിലെല്ലാം പുലർത്താൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മുൻപാകെയുണ്ട്. I mean, we know that whatever problems we go through in our life, that our Lord Jesus Christ is going before us to face all the problems. ദാവീദിനെ പോലെ എന്തൊക്കെ കഷ്ടങ്ങൾ വന്നാലും കർത്താവിൽ ആശ്രയിച്ച് വിജയം പ്രാപിക്കാമെന്നൊരു ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നത് പോലെ വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും എന്ത് കഷ്ടങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥനകൾ അറിയിക്കുമ്പോൾ അതിന്മേൽ വിജയം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. Amen. Praise God. Like David, in all of our problems, let's have confidence in God and make our problems known to God by prayer, and the Lord will, hallelujah, give victory on every side. And let us put on have trust in God like David had, that the Lord who answers prayer, salvation belongeth unto him. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ഇരുന്നുള്ളൂ. Amen. Praise God. May the Lord bless the reading of the word and the exhortation as well. God bless you all.